ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് മാർക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഞങ്ങൾ GK പേപ്പർ ക്ലിയർ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ GK പേപ്പർ ക്ലിയർ ചെയ്യാത്തത്? പാർട്ട് 1 പേപ്പർ, പലപ്പോഴും ജനറൽ പേപ്പർ ക്ലിയർ ചെയ്യുന്നില്ല. അതിലൊരു ഏറ്റവും പ്രയാസമായിട്ട് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കാം, പക്ഷേ അതൊന്നുമല്ല. ഞങ്ങൾക്ക് GK എന്ന് പറയുന്നത് പഠിച്ചിട്ടും തലേ കയറുന്നില്ല. അവിടെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദിക്കും, അവിടെ കുറച്ച് കേരള റിനൈസൻസ് ചോദിക്കും, അവിടെ കുറച്ച് വേൾഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും. ഇതൊക്കെ എങ്ങനെ പഠിക്കും? നേരത്തെ PSC എക്സാംസോ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1 കിടക്കുന്ന നമ്മുടെ GK പോർഷൻ ഉൾപ്പെടെയുള്ള ജനറൽ പേപ്പർ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിലെ ആദ്യത്തെ പേപ്പർ ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കേരള റിനൈസൻസ് എന്ന് പറയുന്ന പോർഷനാണ്. എന്താണ് കേരള റിനൈസൻസ് എന്ന് ആദ്യം മനസ്സിലാക്കുക. കേരളത്തിൽ നവോത്ഥാനവുമായി കേരള റിനൈസൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ കേരളത്തിൽ നമ്മുടെ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തികളെ പഠിക്കണം. അതിൽ കുറച്ച് വർഷങ്ങളുണ്ട് കേട്ടോ, അതിൽ കുറച്ച് വർഷങ്ങൾ പഠിക്കണം. അവരുമായിട്ട് ബന്ധപ്പെട്ട, അവരെ ചുറ്റിപ്പറ്റിയാണ്, വ്യക്തികളുമായിട്ടും ബന്ധപ്പെടുത്തിയാണ് നമുക്ക് കുറേയധികം കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വ്യക്തികളെ ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതിലും നല്ലത് നിങ്ങൾ എപ്പോഴും ഈ ഒരു കാര്യം കേരള റിനൈസൻസ് പഠിക്കുമ്പം ഓർക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ സംഭവവുമായി ബന്ധപ്പെട്ട് പഠിക്കുക. സംഭവത്തിനൊരു ഓർഡർ ഉണ്ടാവുമല്ലോ, ആ സംഭവത്തിൽ വരുന്ന വ്യക്തി. ഇപ്പം ചാന്നാർ ലഹള എന്ന് പറയുന്ന, ചാന്നാർ അജിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അതിലെ ഇമ്പോർട്ടൻ്റ് ആയ പേഴ്സൺസിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇവൻസ് ബേസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇവൻസിൽ നിന്ന് എന്തിലേക്ക് പോകും? പേഴ്സൺസിലേക്ക് പോകും. പേഴ്സൺ പഠിക്കുമ്പം ആ പേഴ്സണെ അങ്ങ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻസിന് നമുക്കൊരു കാലത്തിൻ്റെ നടക്കുന്ന ചില സംഭവങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാകും. ആദ്യം ചിലപ്പോൾ നമ്മുടെ സമരങ്ങൾ നടക്കുന്നത് സഞ്ചാരത്തിന് വേണ്ടി നടക്കും, ചിലപ്പം സ്കൂളുകളുടെ പ്രവേശനത്തിന് വേണ്ടി ഉണ്ടാകും, അല്ലേ? അതിനൊക്കെ മുമ്പിൽ വസ്ത്രധാരണത്തിന് വേണ്ടി നടന്നിട്ടുണ്ടാകും. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അമ്പലത്തിലേക്ക് കയറാനായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നത്. പിന്നീടായിരിക്കാം ചിലപ്പോൾ PSC, അതൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും സർക്കാർ സർവീസിലേക്ക് കയറാനുള്ളത്. അപ്പോൾ ഈ സമരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ആദ്യം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അയിത്തം നിർമ്മാർജ്ജനം ചെയ്യുക, ഫുഡ് കൊടുക്കുക, എല്ലാവർക്കും പണിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം നേടുക, ഇതിനൊക്കെ വേണ്ടിയാണ് കേരളത്തിൽ സമരങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ സമരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടായിരിക്കും. PSCയുടെ രൂപീകരണമൊക്കെ വരുമ്പോൾ നമുക്കറിയാം അവസാനമാണ് വന്നത്, അല്ലേ? പിന്നെ അപ്പം അത് നമുക്ക് ഓർഡറിൽ ചരിത്രം പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമുക്കതൊരു ഓർഡറിൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതേ രീതിയിലാകുമ്പോൾ ഈ പേഴ്സണെ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഒരു പേഴ്സൺ പഠിക്കുമ്പോൾ ആ പേഴ്സണുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പഠിക്കണം. എന്തൊക്കെ പഠിക്കണം? അവർ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മൾ ചെക്ക് ചെയ്യണം. അവർക്കൊരു ഓർഗനൈസേഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പഠിക്കണം. അവർക്കൊരു ന്യൂസ് പേപ്പർ ഉണ്ടോ? ആ ഓർഗനൈസേഷൻ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടോ? ഇനിയും അടുത്തത്, ന്യൂസ് പേപ്പർ ആണെങ്കിൽ ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്ത ഇയർ പഠിക്കണ്ടേ? ന്യൂസ് പേപ്പറിന് വെറുതെ പഠിച്ചാൽ മതിയോ? അപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെ പ്രത്യേകത 2 മാസം കൂടുമ്പോഴാണോ, ഒരാഴ്ച കൂടുമ്പോഴാണോ, എവിടെ നിന്നാണ് പ്രസ് ചെയ്തു തുടങ്ങിയത്, മനസ്സിലായോ? ഏത് പ്രസ്സിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്, ഏത് ഭാഷയിലാണത് വരുന്നത്, ആരാണ് അതിൻ്റെ അച്ചടിച്ചത്? അപ്പം ഇങ്ങനെ പറയുമ്പോൾ കുറേ കേരള കൗമുദി, അല്ലെങ്കിൽ മാതൃഭൂമി പത്രം, അല്ലെങ്കിൽ ഇസ്ലാം, അങ്ങനെ പല പല പേരുകൾ നമ്മളവിടെ കേൾക്കും, ആദ്യം തൊട്ടുള്ള എല്ലാം. ഇനി ബുക്കുകൾ ഇതുപോലെതാ, ബുക്കുകൾ പഠിക്കുമ്പോഴും ഈ പത്രം പഠിക്കുന്ന പോലെ തന്നെയുണ്ട്. ഏത് പ്രസ്സിൽ നിന്നാണ് വരുന്നത്, ആരാണ് അതിനെ എന്തെങ്കിലും ഭാഷയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ, ഏതെങ്കിലും ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതാണോ, ഇങ്ങനെ പല ചോദ്യങ്ങൾ നമ്മൾ ഒരെണ്ണം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ വ്യക്തികൾ പഠിക്കുമ്പോൾ ഓർഗനൈസേഷൻ, ബുക്സ്, അവരുടെ ന്യൂസ് പേപ്പർ, പിന്നെന്താണ് അവരുമായി ബന്ധപ്പെട്ട, ഇപ്പം വൈകുണ്ഠസ്വാമികൾ,
അവരുമായി ബന്ധപ്പെട്ട ചില ആരാധനകൾക്ക് പ്രത്യേകതകളുണ്ടായിരിക്കും, അവർ കൊണ്ടുവരുന്ന ആശയങ്ങൾക്ക് പ്രത്യേകതകളുണ്ടായിരിക്കും. ഇതെല്ലാം ആ ഒരു പേഴ്സണുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പറ്റും. ഇവൻസിൽ നിന്ന് കണക്ട് ചെയ്ത് പേഴ്സണിലേക്ക് പോകുക. അപ്പോൾ ഈ പോർഷൻ കംപ്ലീറ്റ് ആകും. ഇങ്ങനെയാണ് നമുക്ക് റിനൈൻസൻസ് പഠിച്ചാൽ പിന്നെ നിങ്ങൾ മറക്കത്തില്ല റിനൈൻസൻസ് പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിനൈൻസൻസിൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ തന്നെയാണോ വന്നിരിക്കുന്നത്? ഈ പറഞ്ഞ ഏരിയാസ് പഠിച്ചാൽ രക്ഷപ്പെടുമോ? ഒന്ന് നോക്കിക്കേ. തൈക്കാടയ്യ എൻ്റെ കാശി യാത്ര, ബ്രഹ്മാനന്ദ ശിവയോഗി നിജാനന്ദ വിലാസം, ശ്രീനാരായണ ഗുരു ശിവയോഗ രഹസ്യം, അടുത്തത് ചട്ടമ്പി സ്വാമി എന്താണ് ബ്രഹ്മോത്ര കണ്ഠം അല്ലേ? അപ്പം നോക്കിക്കേ, ഓരോരുത്തരുടെയും ബുക്കുകളുടെ പേരുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ? പക്ഷേ ഇവിടെ ചിലപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടാകും. ശിവയോഗ രഹസ്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവരൊക്കെ തന്നെയാണോ എന്നൊന്നും നമുക്ക് മറന്നു പോകും. അതാ പറഞ്ഞത്, അവിടെ ചിലപ്പം ചില ആൾക്കാർക്ക് ചില പ്രത്യേകതകളുണ്ടാകും. ചിലവർ എന്താണ് ആരാധനാമൂർത്തി വെച്ചിട്ടും ഒക്കെ നമുക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കി ഓരോരോ വ്യക്തികൾ പഠിക്കുമ്പോൾ ബുക്കുകൾ നമ്മൾ ഓർത്ത് വെച്ച്, പിന്നെ പഴയ പേരുകളൊക്കെ കൂടുതലും ദൈവങ്ങളുടെ നാമങ്ങളിലൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. സന്യാസിവര്യന്മാരുടെയൊക്കെ ബുക്കുകളാകുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, അവരുടെ ബുക്കുകൾ വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും. തൈക്കാട് അയ്യയുടെയാണ് എൻ്റെ കാശി യാത്ര എന്നുള്ള ബുക്ക്. എൻ്റെ കാശി യാത്ര എന്നുള്ള ബുക്ക് തൈക്കാട് അയ്യയുടെയാണ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും അടുത്ത് നോക്കിക്കേ. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടും ഉള്ള ഒരു കോമ്പിനേഷൻ പറയുമ്പം നിജാനന്ദ വിലാസം എന്ന് പറയുന്നത് ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. അടുത്തത് എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ എന്താണ്? ജ്ഞാനദർശനം എന്ന് പറയുന്നതാണ്. ശിവയോഗ രഹസ്യം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അത് ഇദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ പേരൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിലുണ്ട്. അപ്പം നോക്കിക്കേ, ശിവയോഗ എന്ന് പറയുന്ന പേരിൽ നിന്ന് നമുക്ക് എന്ത് കണക്ട് ചെയ്യാൻ പറ്റി? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ് ശിവയോഗ രഹസ്യം അല്ലേ? അപ്പം ഇവിടെ ഈ പറയുന്ന പേരുകളിലുള്ള ബുക്കുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും എന്താണ്, എന്തെങ്കിലുമൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. അല്ലാതെ ഇത് കിട്ടാഴികയായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ എത്രമാത്രം ബുക്ക് പഠിക്കണം എന്ന് ചോദിക്കും. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബുക്കുകൾ വായിച്ചു നോക്കുക. ഇതേപോലെ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പം ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, വൈകുണ്ഠസ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇവരൊക്കെ റിപ്പീറ്റഡ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അയ്യങ്കാളി, ഇവരൊക്കെ റിപ്പീറ്റഡ് ഏരിയയിൽ ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ബുക്കുകൾക്ക് എന്തോ കൊടുക്കുക? പരിഗണന കൊടുക്കുക. ആ ബുക്കുകൾക്ക് അവിടെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത്. ഇപ്പം ഇവരെയൊക്കെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, ഈ ഒരു ഏരിയയിലുള്ള ഈ 4-5 പേരെ ഞാൻ എഴുതിയിട്ടില്ലേ, ഇവർക്കൊക്കെ ഒരേ വൈകുണ്ഠസ്വാമികളായാലും ഒക്കെ ഒരേ പേരുകൾ തന്നെയാണ് വരുന്നത്. വൈകുണ്ഠസ്വാമികൾ കുറച്ചുകൂടെ പേരുകൾ വ്യത്യാസമായിരിക്കും. അകലത്തിരുട്ടെ, അരുൾനൂൽ തുടങ്ങിയ പുസ്തകങ്ങളാണ്. ഇവിടെ ഈ 4-5 പേര് എപ്പോഴും എന്തായിരിക്കും? ഒരേ പേരുകളൊക്കെ വരുന്നത്, തെറ്റിപ്പോകാൻ സാധ്യതയുള്ളവരാണ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഒരുമിച്ച് ക്രോഡീകരിച്ച് പഠിക്കുക. പക്ഷെ ചിലപ്പം അയ്യങ്കാളിയുടെ ബുക്കുകൾക്ക് വലിയ സിമിലാരിറ്റീസ് ഒന്നുമില്ല. അയ്യങ്കാളി വേറെ ഒരു രീതിയിൽ ഒരു ജോണർ എന്ന് പറയുന്നത് തന്നെ വേറെ ഒരു രീതിയിൽ തന്നെ പോയ ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുമിച്ച് തെറ്റിപ്പോകുന്നവരെ ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി നോക്കിക്കേ, ഞാൻ പറഞ്ഞില്ലേ സഭകൾ, അവരുടെ സ്ഥാപിച്ച സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇവിടെ ആനന്ദ മഹാസഭയുണ്ട്, ആത്മോദയ സഭയുണ്ട്, ജാതിനാശിനിയുണ്ട്, സമത്വ സമാജമുണ്ട്. അപ്പം പഠിച്ചു പോകുമ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് ഈ സഭകൾ പഠിക്കും. സഭകൾ വെറുതെ പഠിച്ചാൽ മതിയോ? സഭകൾ പഠിക്കുമ്പോൾ അവ സ്റ്റാർട്ട് ചെയ്ത ഇയർ കാണുമല്ലോ, അവ എന്ത് ആശയങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവന്നത്? ഇപ്പം ചിലയിടത്ത് വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും, വിധവാ വിവാഹമായിരിക്കും അല്ലേ? ചില ഓർഗനൈസേഷൻസ് അവരുടെ പ്രത്യേക കാസ്റ്റിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. പക്ഷെ ഇയർ അവർ മുന്നോട്ട് വെക്കുന്നത് എഡ്യൂക്കേഷൻ മുന്നോട്ട് വെക്കുന്നുണ്ടോ? എന്താണ് അതിൻ്റെ 3-4-5 ലക്ഷ്യങ്ങൾ കാണും. ആ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുക. ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട പ്രോമിനൻ്റ് ലീഡേഴ്സിനെ മനസ്സിലാക്കുക. പ്രോമിനൻ്റ് ലീഡേഴ്സ് നമ്മൾ പഠിച്ചു. ഓർഗനൈസേഷൻ കൊണ്ടുവരുന്ന മാഗസിൻസ്, ന്യൂസ് ലെറ്റേഴ്സ് മനസ്സിലാക്കുക, ന്യൂസ് പേപ്പേഴ്സ് മനസ്സിലാക്കുക. ഓർഗനൈസേഷൻ എന്തെങ്കിലും രീതിയിലുള്ള സമരങ്ങൾ, സ്ട്രൈക്കുകൾ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്.
അത് മാർക്ക് ചെയ്യുക. ഓക്കെ, ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട്. അടുത്തത് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ NSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് അതിൻ്റെ ഭാഗമായിട്ട് അതിന് പണപ്പിരിവിന് വേണ്ടി പാട്ട് നടത്തി ഓർഗനൈസേഷന് പലവിധ സ്ഥലങ്ങളിൽ പലപ്പോഴും എന്ത് വരും, സ്ഥാപനങ്ങൾ വരും. അപ്പോൾ ആ സ്ഥാപനങ്ങൾ അസോസിയേറ്റഡ് ഫാക്ട്സും കൂടെ ഇവിടെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇത്രയും ഫാക്ട്സേ ഉള്ളൂ ഈ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൽ പഠിക്കുമ്പോൾ. അത് മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ, സ്റ്റാർട്ടിങ് ഇയർ, പിന്നെ പേര് മാറുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ബേസിക് സാധനങ്ങൾ, അതിൻ്റെ പ്രോമിനൻ്റ് ലീഡേഴ്സ്, അവർ കൊണ്ടുവരുന്ന ഇപ്പം ഉണ്ണി നമ്പൂതിരി എന്നൊക്കെ പറയുന്ന ഓരോ മാഗസിൻസ് ഒക്കെ എന്ന് പറയും ഒരു സംഘടനയുടെയാണ്. അപ്പോൾ ആ സംഘടനകൾ അങ്ങനെ പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു അവയർനെസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പേരിൽ നിന്ന് തന്നെ ഉണ്ണി നമ്പൂതിരി എന്ന് പറയുമ്പോൾ ഒരു നമ്പൂതിരി എന്ന് പറയുന്ന ഒരു പദം അവിടെ കിട്ടി. അപ്പോൾ അതെന്തോ ഒരു സംഘടന നമ്പൂതിരിയുമായ സംഘടനകളാണെന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ. അപ്പോൾ അങ്ങനെ ഇതിനെ ഒന്ന് ഇഷ്ടത്തോടെ സമീപിച്ച് ഇത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ ഇവിടെ നോക്കിക്കേ, സമത്വ സമാജം എന്ന് പറയുന്നത് നമുക്ക് വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ പേരുകൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഇതിന് ഓപ്ഷനായിട്ട് ഇങ്ങനെയായിരിക്കും കൊടുക്കുന്നത്, ചേരുംപടികളായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 or 2 മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പോർഷൻ പഠിച്ചെങ്കിലാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. ഇവിടെ A2, B3, C4, D1 എന്നുള്ളൊരു ഓപ്ഷനാണ് കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പം നോക്കിക്കേ, A2 ആണ്, A2, B3, D1, അടുത്തത് C4 ആണ്. ഇതാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടിയത്. നമ്മൾ പറഞ്ഞു സമത്വ സമാജം പറഞ്ഞു, പിന്നെ അല്ലേ. അപ്പം ആത്മോദയ സംഘം എന്ന് പറയുന്നത് ശുഭാനന്ദ ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭ കൊണ്ടുവരുന്നത്. ആനന്ദ മഹാസഭ എന്ന് പറയുന്നത് ആരുടെയാണ്? ബ്രഹ്മാനന്ദ സ്വാമികളുടെയാണ്. ഇതൊക്കെയും PSC ആണെങ്കിലും ഇനി ഇവിടെ വേണമെങ്കിൽ ഇതിനെന്തായിരിക്കും, ഇത് സ്റ്റാർട്ട് ചെയ്ത ഇയർ ആയിട്ട് ചോദിക്കാം, ഇതിൻ്റെ ഫൗണ്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാം. ഇതൊക്കെ ടൈപ്പിൽ ഒരൊറ്റ രീതിയിൽ പഠിച്ചു പോകാവുന്നതാണ്. കോളം വൈസ് ഒക്കെ മിക്കപ്പോഴും ഇത് നമുക്ക് നോട്ടുകൾ കിട്ടുന്നതാണ്. ആ നോട്ട് വെച്ച് പഠിച്ചാൽ എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ സ്പെസിഫിക്കേഷനും കൂടെ കൊടുക്കും. കാരണം ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തൊക്കെ അതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യുന്ന രീതിയിലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യനും നമ്മളതിനെ കറക്റ്റ് ചെയ്തതാണ്. ജാതിനാശന സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. അടുത്തതുണ്ട്, ഞാൻ പറഞ്ഞ ടൈമിൽ തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. ആനന്ദ മഹാസഭ വാസ് ഫൗണ്ടഡ് ബൈ. അപ്പം നമുക്ക് മനസ്സിലായി, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കിട്ടിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട സംഘടനകൾ, അവയുടെ സ്ഥാപകരെ പഠിക്കുക. ഓക്കെ, ഇനി നോക്കിക്കേ, സം ഇവൻറ്റ്സ് റിലേറ്റഡ് ടു സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ഇൻ കേരള ആർ ഗിവൺ ബിലോ. വാട്ട് ഈസ് ദ കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ ഇൻ വിച്ച് ദേ ആർ ഒക്കേർഡ്? കണ്ടോ, ഇത് നിങ്ങളുടെ PSCയുടെ PYQ അല്ല, നിങ്ങളുടെ സെറ്റ് എക്സാമിൻ്റെ PYQ ആണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പലപ്പോഴും നിങ്ങൾക്ക് ആൻസർ കിട്ടാത്തത് നിങ്ങളൊരു റാങ്ക് ഫെയിൽ എടുത്ത് വെച്ച് വായിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പോർഷൻ ക്ലാരിറ്റി ഇല്ലാത്തത്. GK ഞങ്ങളിപ്പോൾ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഈ ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ഇതിനെ ക്ലാരിറ്റി വരുത്തുന്ന രീതിയിൽ തന്നെയായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. അങ്ങനെ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എളുപ്പമാകുന്നത്. ഇവിടെ നോക്കിക്കേ, സമരത്തിൻ്റെ കാലഘട്ടം, അതിനൊരു ഓർഡറാണ് പറയുന്നത്. സഹോദരൻ അയ്യപ്പൻ്റെ മിശ്രഭോജനത്തിൻ്റെ വർഷം ചോദിച്ചിട്ടുണ്ട്, SNDP ഫോം ചെയ്തതുകൊണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹമുണ്ട്, വില്ലുവണ്ടി സമരമുണ്ട്. ഇതിൽ ഓരോന്നിൻ്റെയും വർഷം എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കെപ്പോഴും അറിയാം, വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. അത് ആദ്യത്തെ കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. 1893 നടക്കുന്ന സമരമാണ് അല്ലേ. വില്ലുവണ്ടി സമരം നടക്കുന്നു. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടന്നതാണ്. അയ്യങ്കാളി എന്ന് പറയുന്ന മഹത് വ്യക്തിയെ നമ്മൾ ഇവിടെയാണ് ഓർക്കുന്നത്. അത് കഴിഞ്ഞ് നോക്കിക്കേ, ഫോർമേഷൻ ഓഫ് SNDP എന്ന് പറയുന്നത് ഏത് വർഷത്തിലാണ്? 1903 വരുന്ന ആദ്യത്തെ കേരളത്തിലെ NSSനൊക്കെ മുമ്പിൽ വരുന്ന സംഘടനയാണ്, മതസംഘടനയാണ് SNDP എന്ന് പറയുന്നത്. വാവൂട്ടി യോഗം എന്നറിയപ്പെടുന്ന ഒരു സംഘടന പിന്നീട് SNDP യോഗമായിട്ട് പോകുന്നു അല്ലേ. അപ്പം അതിന് അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് വരുന്നു. ഞാൻ ഈഴവശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നെയ്യാറിലെ ശങ്കരക്കുഴി എന്ന് പറയുന്നതിൽ നിന്ന് ഒരു കല്ലൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു പ്രതിഷ്ഠയൊക്കെ നടത്തി. അരുവിപ്പുറം പ്രതിഷ്ഠയൊക്കെ വളരെ ഫേമസ് ആയിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന SNDP എന്ന് പറയുന്ന സംഘടന വരുന്നു. ആ SNDP എന്ന് പറയുന്ന സംഘടന ഫോം ചെയ്ത വർഷം 1903 അല്ലേ. ഇനി നമുക്കറിയാം, അടുത്തത് മിശ്രഭോജനം. സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പഠിക്കുമ്പോൾ
അല്ലേ? മിശ്രഭോജനം, അതേ കോൺസെപ്റ്റ് ഒരു 3-4 സദ്യകൾ നമ്മൾ പഠിക്കും. പട്ടിസദ്യ പഠിക്കും, സമത്വ സമാജം പഠിക്കും. മിശ്രഭോജനം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ആരുമായിട്ട്? സഹോദരൻ അയ്യപ്പനുമായിട്ട് കെട്ടുകിടപ്പുണ്ട്. സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന സഹോദരൻ അയ്യപ്പൻ നിങ്ങൾ തെറ്റിപ്പോകുന്ന 2-3 വ്യക്തികളാണ്. ഈ എറണാകുളം ബേസിലേക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ തെറ്റിപ്പോകുന്നത് പണ്ഡിറ്റ് കറുപ്പൻ, സഹോദരൻ അയ്യപ്പനെയൊക്കെ നമുക്ക് എപ്പോഴും തെറ്റിപ്പോകും. അപ്പം അവരെയൊക്കെ ക്ലബ് ചെയ്ത് തന്നെ പഠിക്കണം. അവർക്ക് എന്ത് ഫീച്ചേഴ്സാണുള്ളത്, അവിടെ അവരെങ്കിലും ശ്രീമൂലം പ്രജാസഭയും എന്ന് പറയുന്ന ഒരു സംഘടന എന്തെങ്കിലും പ്രത്യേകതകൾ വരുന്നുണ്ട്, അതൊക്കെ അവിടുത്തെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നോക്കിക്കോളൂ, സഹോദരൻ അയ്യപ്പൻ്റെ 1917 ഗുരുവായൂർ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുരുവായൂർ സത്യാഗ്രഹവും ഉപ്പ് സത്യാഗ്രഹവും, ഉപ്പ് തിന്ന ഗുരു നിവർന്നിരുന്നു എന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹം 30, ഉപ്പ് തിന്ന ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹം 31, നിവർന്നിരുന്നു നിവർത്തന പ്രക്ഷോഭം 32. അടുപ്പിച്ച 3 പ്രക്ഷോഭങ്ങൾ പഠിക്കാനായിട്ട് ഉപ്പ് തിന്ന ഗുരു നിവർന്നിരുന്നു എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. ഉപ്പ് തിന്ന ഗുരു നിവർന്നിരുന്നു, മനസ്സിലായോ? നിവർന്നിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ കുറേ കോഡുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് 30, ഇത് 31, ഇത് 32, 3 സമരങ്ങൾ നമ്മൾ പഠിച്ചു. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇത് ഓർഗനൈസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ പോർഷനിൽ നിന്ന് നമുക്ക് മാർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ നോക്കിക്കേ, വീണ്ടും ചോദിച്ചിരിക്കുന്നതും ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആണ്. വൈക്കം ചോദിച്ചിട്ടുണ്ട്, കൊല്ലവർഷത്തിൻ്റെ സ്റ്റാർട്ടിങ്, മലബാർ റിബലിയൻ ചോദിച്ചിട്ടുണ്ട്, അസന്റേഷൻ ഓഫ് മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരുവിധം ലോജിക്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം വൈക്കം സത്യാഗ്രഹത്തിന് 100ാം വാർഷികമൊക്കെ നമ്മൾ കഴിഞ്ഞ 24 കേട്ട ഒരു വാർത്തയാണ്, അല്ലേ? അപ്പം നോക്കിക്കോളൂ, ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കൊല്ലവർഷം തുടങ്ങിയത് AD 825 അല്ലേ? മാർത്താണ്ഡവർമ്മയോ 1729. അത് രണ്ടും നമുക്കറിയാം ആദ്യം നടക്കുന്ന സംഭവങ്ങളിൽ കൊടുക്കുന്ന ഓർഡർ ആണല്ലോ. ഇനി എന്താണ്? ഞാൻ മുമ്പ് ഒരെണ്ണം പറഞ്ഞു, 24 നടക്കുന്നതും അടുത്തത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ് 1921 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ പോലും ഉണ്ട്. മമ്മൂട്ടി നായകനാകുന്ന ഒരു സിനിമയുണ്ട്, അല്ലേ? ഇത് ക്ലബ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ഹിസ്റ്ററി പഠിക്കാൻ പറ്റും, ഏത് മനുഷ്യർക്കും. കാരണം നമ്മൾ ജീവിച്ച നമ്മുടെ നാടിനെ പറ്റിയുള്ള കഥകളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു പോർഷൻ നമ്മൾ പലപ്പോഴും, നിങ്ങൾ ഇതൊക്കെ ചരിത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ആ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ നാടിൻ്റെ കഥകളുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ മലപ്പുറത്തുള്ളവർക്ക് മലബാർ കലാപം കേട്ടിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഓരോരുത്തരും നമ്മൾ എപ്പോഴൊക്കെയോ പഠിച്ചു വന്ന പോർഷനാണ്. സോ ഡെഫിനറ്റ്ലി ഇതൊന്നും വലിയ കാര്യമല്ല, ഇത് നമുക്ക് പഠിച്ചെടുക്കാവുന്ന പോർഷനേ ഉള്ളൂ. സോ നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് റിനൈൻസൻസിന് മാത്രമായിട്ട് ഒരു നോട്ട് ഉണ്ടാവണം. ഒരു കാര്യം ഉറപ്പാം, GKയിലെ ഏറ്റവും കോൺഫിഡൻസോടുകൂടി ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, റിനൈൻസൻസ് എന്ന് പറയുന്നത്. മാർക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ റിനൈൻസൻസിൻ്റെ മാർക്ക് പോകാത്ത രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നമുക്ക് GKയെ സമീപിക്കാൻ. സോ ഡെഫിനറ്റ്ലി CCയോടൊപ്പം പഠിക്കുക. കാരണം സെറ്റ് എക്സാം എന്ന് വെച്ചാൽ CC ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് റിസൾട്ട് കിട്ടുന്ന സ്ഥാപനമാണ്. അതേ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ സെറ്റ് എക്സാം ഞങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിച്ചത്. ഒരുപാട് കുട്ടികളെ എല്ലാ സബ്ജക്റ്റിനും, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കെമിസ്ട്രി, ഫിസിക്സും, നാച്ചുറൽ സയൻസിൽ ബോട്ടണി, സുവോളജി, ഹിന്ദി, അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളും സെറ്റ് എക്സാമിന് വേണ്ടി CC ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുണ്ട് സെറ്റ് എക്സാമിന് നേടണം. നമുക്കറിയാം ഇപ്പോൾ പുതിയ PM3 എന്നൊക്കെ പദം കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ എന്താ വരുന്നത്? ഈ സെറ്റ് എക്സാം ഒന്നും ഇല്ലാതെ നമുക്ക് ഹൈസ്കൂളിലേക്ക് പോലും പോകാൻ പറ്റാത്തൊരു കാര്യമാണ് വരുന്നത്. ആ ട്രെൻഡുകളാണ് വരുന്നത്. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇപ്പം തന്നെ എഴുതിയെടുക്കുക. അപ്പം പഠിച്ചു തുടങ്ങാം. CCയോടൊപ്പം പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും അധ്യാപകരായിട്ടുണ്ടാവും. ഇന്ന് ജനറൽ പാർട്ടിലെ കേരള റിനൈൻസൻസ് പറഞ്ഞു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, സെറ്റ് എക്സാം എഴുതാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആയിട്ട് ഒരു ഫ്രീ ഗ്രൂപ്പ് ഞാൻ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുന്നു. ദയവ് ചെയ്ത് അതിലും ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്.